വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ യോഹന്നാൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഡേവിസും ആൻ്റണിയും എൽസമ്മയും യോഹന്നാനും ഒക്കെ ഇങ്ങനെ ആ ഒരു മഹേന്ദ്രൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ഇങ്ങനെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഒരു ആക്സിഡൻ്റാണ്, അപ്പോൾ ഒരു കേസൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഡെയ്സി ആണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഡെയ്സി പറയുകയാണ്, മാണിക്കോത്ത് മഹേന്ദ്രനെ ഈ പരുവത്തിലാക്കിയത് അയാളുടെ മകൻ ശിവനല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ യോഹന്നാനും ആൻ്റണിക്കും ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ സംശയിച്ച് അതെങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതേ തന്നെ അയാളുടെ സ്വന്തം തന്തയെ കൊല്ലാൻ നോക്കിയത് അയാളുടെ മകൻ ശിവൻ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് തെളിവുകളും സാക്ഷികളും ഒക്കെ ഇങ്ങനെ വേണ്ടേന്നിങ്ങനെ യോഹന്നാൻ പറയുന്നുണ്ട്. അന്നേരം തെളിവും ദൃക്സാക്ഷികളും ഒക്കെ വരും, അതിനുള്ള പണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ ഡെയ്സി പറയുമ്പോൾ യോഹന്നാൻ അങ്ങോട്ട് ആകപ്പാടെ യോഹന്നാൻ സന്തോഷം കൊണ്ട് ഇനി കൈകടിക്കുകയാണ്. അങ്ങനെ ആൻ്റണിക്ക് സന്തോഷമാവുന്നുണ്ട്. അതായത് അച്ഛനെതിരെ മകനെ തിരിക്കാം, അപ്പോൾ അവർ തങ്ങളുടെ വീണ്ടും ശത്രുതയാകും, മടിയാവും, തമ്മിൽ തല്ലി ഒരാൾ മരിക്കും എന്നൊക്കെ ഇങ്ങനെയാണ് അവർ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിൽ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതനുസരിച്ച് ഇവർ ആ ഒരു പണി ചെയ്യുന്ന അനുസരിച്ച് അവിടെ പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ആക്സിഡൻ്റ് കേസാകുമ്പോൾ ഇങ്ങനെ കൊല്ലാൻ നോക്കി അങ്ങനെയുള്ള കേസാകുമ്പോൾ പോലീസ് വരുമല്ലോ. അന്നേരം സോമശേഖരനാണ് അവിടെ മഹേന്ദ്രനെ കാണാനായിട്ട് ഒരു മൊഴിയെടുക്കാൻ എന്നോണം ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അന്നേരം ഈ ഒരു പരാതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല. മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിർമ്മലയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അന്നേരം സ്വന്തം അച്ഛനെ കൊല്ലാൻ നോക്കിയത് സ്വന്തം മകൻ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ പോലീസിനെ തന്നെ സോമശേഖരനെ തന്നെ നോക്കുകയാണ്. ഇത്രയുമാണ് ഈ പ്രമോയി കാണിക്കുന്നത്. പക്ഷേ അത് മഹേന്ദ്രൻ എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളതൊക്കെയാണ്. നിർമ്മലയൊന്നും അത് ഒരിക്കലും വിശ്വസിക്കില്ല. പോയി ഒരു ഇത് പക്ഷേ മഹേന്ദ്രൻ ഇത് കേസിന് പോകുമോ ഇല്ലയോ എന്നുള്ള വീണ്ടും ശത്രുത ഉണ്ടാവുമെന്ന് ആ ഒരു പിണക്കമൊക്കെ മാറി ചന്ദ്രയോടും നിർമ്മലയോടും ഒക്കെ സംസാരിച്ചതാണ്. അപ്പോൾ വീണ്ടും ഒരു ശിവനോടുള്ള ഒരു ശത്രുതയിലേക്ക് പോകില്ലയോ എന്നുള്ളതാണ്. ഇനി അച്ഛൻ മരിക്കാത്തത് കൊണ്ടാണോ, ഇനി ശിവൻ കാണാൻ വരാത്തത് അതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ മഹേന്ദ്രൻ ചിന്തിച്ചു കൂട്ടുമോ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു കേസിന് പോയാലും ശിവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ആ ഒരു മധുരയിലെ ആ ഒരു ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടല്ലോ. CCTV ഫുട്ടേജ്, അവിടെ ചെന്ന് കണ്ട ഡോക്ടർ എല്ലാവരും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അതിന് കേസിലേക്ക് പോയാലും ശിവന് നിഷ്പ്രയാസം നിന്ന് മൊഴിയെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഇനി കുറേ എപ്പിസോഡിൽ പോകുമായിരിക്കും. അതൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പം കാണാം. നാളെ മഹാ എപ്പിസോഡാണ്. അതിൽ ശാലിനിയാണെങ്കിൽ ആ ഒരു അഴിമതിക്കാരായ സൂപ്രണ്ടിനെയും ആ ഒരു ഡോക്ടറെയും എല്ലാവരെയൊക്കെ കൈയോടെ പിടിക്കുന്നതും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതും ഒക്കെയാണ്, അവരുടെ ജോലിയൊക്കെ തെറിപ്പിക്കുന്നതും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.